കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാതെ വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ. സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തിനിറയ്ക്കുന്നത് തടയണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ. വഖഫ് ബോർഡ് സാരഥികൾക്ക് നിലമ്പൂർ അമൽ കോളേജിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭൂമി സംരക്ഷിക്കലാണ് ബോർഡിന്റെ ചുമതല. അതിനെതിരെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടക്കുമ്പോൾ നിയമപരമായ തടസ്സം നിലനിൽക്കുന്നതിനാലാണ് വഖഫ് സംരക്ഷിക്കുമെന്ന് ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തിനിറയ്ക്കുന്നത് തടയുകയും വേണം. സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാതെയും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കാതെയും വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് വഖഫ് ബോർഡ് നിർവഹിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കോളേജ് ഒരു വഖഫ് ചെയ്ത വസ്തുവിൽ സ്ഥിതി ചെയ്യണം. അമൽ കോളേജ് എയ്ഡഡ് കോളേജാണ്. NAAC-ൻ്റെ AAA അക്രഡിറ്റേഷനുള്ള കോളേജാണ്. അത് ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളത് വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്നല്ലാതെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വന്നതല്ല എന്നറിയാലോ. അതിൻ്റെ ഈ കോളേജിൻ്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് MP അവറുകൾ. ബാക്കി എല്ലാവരും ഉണ്ട്. വന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചോദിക്കുന്നത് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് ചൂണ്ടിക്കാണിച്ചാൽ വഖഫാവില്ല. അതിൻ്റെ രേഖകൾ വഖഫാവണം. കൃത്യമായി അത് വഖഫ് ആണ് എന്ന് ഡോക്യുമെൻറ്റിലൂടെ ബോധ്യപ്പെട്ട് അത് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം ചോദിച്ച് പരിശോധിച്ചല്ലാതെ ഒരു വസ്തുവും വഖഫാകുന്നില്ല. ഈ വഖഫ് ആയതിനു ശേഷം ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വഖഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത്. എന്താണ് ചുമതലകൾ? വഖഫ് വസ്തു അന്യാധീനപ്പെടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ്. ഈ നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരാണ് ഞങ്ങളൊക്കെ തന്നെയും. അതിനകത്ത് മറ്റ് യാതൊരു നിയമവിരുദ്ധമായ പ്രവൃത്തികളും ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എല്ലാ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ വല്ല കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമാണ്. അതിന് മറുപടി എന്നോണം എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടാനുണ്ടെങ്കിൽ സ്ഥാപിക്കാം. ആ സ്ഥാപിച്ചതിനനുസരിച്ച് നിയമം എന്താണ് പറയുന്നത് അനുശാസിക്കുന്നതിന് തീരുമാനമെടുക്കും. ഇതാണ് നമ്മുടെ സിസ്റ്റം. അതാണ് പറയുന്നത്. ചൂണ്ടിക്കാണിച്ചാൽ പോലും വഖഫ് ഭൂമിയാകാമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാത്രമാണ് വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നതെന്നും മറ്റൊന്നും ബോർഡിന് ഉത്തരവാദിത്വമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണ് 1950 മുനമ്പത്ത് 404 ഏക്കർ ഭൂമി വഖഫ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. PK ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. P ഉബൈദുള്ള MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, വഖഫ് ബോർഡ് മെമ്പർമാരായ MC മായിൻ ഹാജി, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, പ്രൊഫസർ KM അബ്ദുൽ റഹീം, റസിയ ഇബ്രാഹിം, അഡ്വക്കേറ്റ് M ഷറഫുദ്ദീൻ, VM രഹന, CEO VS സാക്കിർ ഹുസൈൻ, അമൽ കോളേജ് മാനേജർ PV അലി മുബാറക്, പ്രിൻസിപ്പൽ KP മുഹമ്മദ് ബഷീർ, ജനറൽ സെക്രട്ടറി PM ഉസ്മാൻ അലി തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.